സഹൃദരായ ഗുരുജനങ്ങളെ, കഥാപ്രസംഗ ശ്രോതാക്കളെ, കഥാപ്രസംഗം ഉടൻ ആരംഭിക്കുന്നതാണ്. വിസ പ്രശ്നങ്ങൾ കാരണം മോഹൻലാലിന്റെ ട്രൂപ്പിനെ പോലെ തന്നെ എൻ്റെ ട്രൂപ്പിനെ ഇവിടെ എത്താൻ പറ്റിയില്ല. മോഹൻലാലിന് ഒറ്റയ്ക്ക് ഷോ നടത്താൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം വന്നില്ല. പക്ഷേ ഞാൻ ധൈര്യസമേതം ഇങ്ങ് പോരുന്നു. അതുകൊണ്ട് ഞാൻ രണ്ട് കുട്ടികളെ, എഞ്ചിനീയറായ രണ്ട് കുട്ടികളെ കൂടെ എൻ്റെ കൂടെ പാട്ട് പാടാനായിട്ട് കൂട്ടിയിട്ടുണ്ട്. അവരെയും കൂടെ ഈ പരിപാടിയിലോട്ട് ഞാൻ സ്വാഗതം ചെയ്തു. ബ്രോ, ഞാനാണ് KK കളിമുട്ടൽ കണ്ണൻ. യോ യോ ബ്രോ, PK പുളിമുട്ടൽ കണ്ണൻ. അപ്പം നിങ്ങൾ കഥാപ്രസംഗത്തിന്റെ പാട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അറിയാമെന്ന് തോന്നുന്നു. ഇവിടുത്തെ കൊച്ചു കുട്ടികൾ അങ്ങനെ കിഡ്സ് പറഞ്ഞ് ഞങ്ങളുടെ പാട്ട് പാടിയാണ് നടക്കുന്നത്. ഒരു സാമ്പിൾ കേൾക്കണോ? Yeah, this is PK and this is from Cake and you want to cake. അച്ഛൻ വന്ന് നോക്കി, ഞാനും വന്ന് നോക്കി, ഞങ്ങളിരുന്ന് കണ്ട്, കൊച്ചു TV കണ്ട്, കണ്ട്, ചാക്കിച്ചാനെ കണ്ട്, ഭീമനെ കണ്ട്, ബേക്കൽ കോട്ടയുടെ ശക്തി എന്റെ ഉള്ളിലേക്ക് കയറുവാ. ഈ പാട്ട് ആർക്ക് വേണ്ടിയെന്നാ പറഞ്ഞേ? ഈ പാട്ട് കേട്ട് കൊച്ചു കുട്ടികൾ നിന്റെ മുഖത്ത് തുപ്പും. ബ്രോ കം ഓൺ, വി ആർ Gen Z. അപ്പൊ എന്നത്തെ പോലെ എന്നും എന്റെ പരിപാടി കുളമാകും ഉറപ്പായി. പ്രിയ കലാസ്നേഹികളെ, കഥാപ്രസംഗം ആരംഭിക്കുകയാണ്. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ഒരു മിയക്കഥ. കഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു തൻ. ബ്രോ, ഈ പാട്ട് ഇങ്ങനെയല്ല പാടുന്നത്, ഞങ്ങൾ പാടിത്തരാം, കേട്ട് പഠിക്കേ. Yo, 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 yo. കഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു തൻ. കഥികനല്ല, കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു തൻ. ഇത് കേരളീയം പരിപാടിയാണ്. ഇവിടെ കേരളത്തിന്റെ തനത് കലയാണ് നമ്മൾ അവതരിപ്പിക്കേണ്ടത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളെ ഈ പരിപാടിയിൽ കൂട്ടിയത്. പരിപാടി കുളവാക്കരുത്. പ്രിയ കലാസ്നേഹികളെ, കഥാപ്രസംഗം ശരിക്കും ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കഥ നടക്കുന്നത് അങ്ങ് കേരളത്തിലാണോ? അല്ല. കൊച്ചിയിലാണോ? അല്ല. കർണാടകത്തിലാണോ? അല്ല. അമേരിക്കയിലാണോ? അല്ല. പിന്നെയോ ഹ്യൂസ്റ്റൺ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഹ്യൂസ്റ്റൺ അമേരിക്കയിലല്ലേ? മണ്ടത്തരം പറയുന്നത്. ഹ്യൂസ്റ്റൺ ടെക്സസിലല്ലേ? എന്റെ ഫ്ലോ കളയിക്കരുത്. അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളും ചില സമയങ്ങളിൽ മാത്രം തറഞ്ഞു കൊഴിഞ്ഞൊഴുകുന്ന ബ്രാസോസ് റിവറും പ്രകൃതിയാൽ പുളകിതമായ ഷുഗർലാൻഡും പെയർലാൻഡും കേറ്റിയും സൈപ്രസും ചേർന്ന ഹ്യൂസ്റ്റണിലോട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ബ്രോ, അവിടെ എന്ത് സംഭവിച്ചു? അതാ നമ്മുടെ കഥാനായകൻ എഞ്ചിനീയർ കെവിൻ ഗോഡ്ലി, CCNA, CCNB, CCI, PNB, MBA കറസ്പോണ്ടൻസ്, ബാംഗ്ലൂരിൽ നിന്ന് ഒരു വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ഓൺസൈറ്റ് കുട്ടി സ്വർഗതുല്യമായി ഈ ഭൂമിയിലേക്ക് H1B എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിത്താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. Hey bro, let us sing.
വീണ്ടും PK എന്നും KK. നിങ്ങളിത് KK. Mama walisema nami sikuwasikiza, sasa na mimi niko hatarini, nitafanyaje? Na wazazi wangu sasa wako mbali sana. പരിതാപകരമായ കേരളത്തിന്റെ പച്ചപ്പും ഹരിതാപവും ആ തുടർത്തുറയുള്ള മഴയും ഹണി റോസിനെയും ഒക്കെ വിട്ടുവന്ന നമ്മുടെ കഥാനായകന്റെ നൊസ്റ്റു ഭയങ്കരമായപ്പോൾ അവൻ അവന്റെ സ്വന്തം മിയനെ കണ്ടെത്തി സുഹൃത്തുക്കളെ ബ്രോ, who is Mia? മിയ മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ. അത് അങ്ങോട്ട് നോക്കൂ. What bro? ഇങ്ങോട്ട് നോക്കൂ. Where bro? അല്ലെങ്കിൽ വേണ്ട നേരെ നോക്കൂ. എവിടെ ബ്രോ? സുന്ദരനായ പ്രായമായ പക്വതയില്ലാത്ത ആ ചെറുപ്പക്കാരൻ, അതും മറ്റാരുമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ സ്വന്തം MBA പ്രസിഡന്റ് സനോജ് ഫ്രം ജപ്പാൻ. രജനീകാന്ത് കഴിഞ്ഞാൽ ജപ്പാൻകാരുടെ രോമാഞ്ചമായ നമ്മുടെ സ്വന്തം സനോജ്. ഒരു ഡിസംബർ മാസത്തിന്റെ തണുത്ത വെളുപ്പാൻ കാലത്ത് ക്രിസ്മസ് പരിപാടിയാണെന്ന് തെറ്റിദ്ധരിച്ച് MBAയുടെ ഓണാഘോഷത്തിന് കയറിച്ചെന്ന നമ്മുടെ കഥാനായകൻ കെവിൻ നമ്മുടെ പ്രസിഡന്റ് സനോജിനോട് ചോദിച്ചു, എനിക്ക് ഒരു മെമ്പർഷിപ്പ് തരുമോ? സനോജ് അവനോട് ചോദിച്ചു, ആർ യു സിംഗിൾ? അല്ല, മാരീഡ് ആണെങ്കിൽ ആ ഫാമിലി മെമ്പർഷിപ്പ് തരാമെന്ന് വിചാരിച്ച് ചോദിച്ചാണ്. ഈ ചോദ്യത്തിന് മുമ്പിൽ കെവിൻ ഇങ്ങനെ പറഞ്ഞു, വീണ്ടും PK എന്നും KK. നിങ്ങളിത് KK. അച്ഛന് അമ്മയുണ്ട്, പെങ്ങക്കടിയനുണ്ട്, എനിക്കാണ് ആരുമില്ല. I am alone. മന്തിക്ക് മയണൈസ് ഉണ്ട്, ബ്രെഡിന് ജാമുണ്ട്, എനിക്കാണ് ആരുമില്ല. വീണ്ടും alone. കോളേജിൽ മിൻമിനി വന്നു, ചിമ്മിനി ആക്കിട്ട് പോയി, മന്മകൻ കൂടെ പോയി. വീണ്ടും alone. കയ്യിലെ കാശും പോയി, ബാങ്കിലെ ലോണുമായി, മൊത്തത്തിൽ 3G ആയി. വീണ്ടും alone. അപ്പോൾ സനോജിന്റെ കൂടെ ഒരു മൂത്ത എഞ്ചിനീയർ ചോദിച്ചു, നീ എന്തിനാ പഠിച്ചേ? ഈ ചോദ്യം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പിന്നെയും കേട്ടപ്പോൾ പകച്ചു പോയി അവന്റെ ബാല്യം. അപ്പോൾ അതാ അടുത്ത ചോദ്യം, നീ IIT NIT സീറ്റിൽ നിന്നോ പഠിച്ചത്? നമ്മുടെ കഥാനായകന്റെ നൊസ്റ്റു ഒരു കിളി പോലെ പറന്നുപോയി. വീണ്ടും PK എന്നും KK. നിങ്ങളിത് KK. I'm that multilingual rapper coming up with all the glamour, fixing my hair on my stature, looking faster, cut the slack, you're rapping number oro, Muslim kid guru, and swaggerly jagrate kai kalu, kata malu blood, so we gonna with the malu land, marapeda, I'ma show you what the pump began, di bandi pole katanya, up and spoke the land, nangalangayanada, and last album's gonna be grand. പിന്നെയും തീർന്നില്ല ചോദ്യങ്ങൾ. നീ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ആണോ പഠിച്ചത്? നീ ഏത് ബ്രാഞ്ചാണ് പഠിച്ചത്? ഈ ചോദ്യചരങ്ങൾ കഥാനായകനെ ഒന്ന് കിടുക്കി. തമിഴ്നാട്ടിലെ ഏതോ ഒരു മണകുള കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് എടുത്ത അവൻ മറന്നുകൊണ്ടിരുന്ന ഒരു കാലം ഓർമ്മിപ്പിച്ചു. സിംഗം ക്വാർട്ടറും സപ്ലികളും ഇരുണ്ട വരാന്തകളും സപ്ലി കൂടിയപ്പോൾ തേച്ചിട്ട് പോയ ഗേൾഫ്രണ്ടും ബെസ്റ്റിയും എല്ലാം അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അവന്റെ മനസ്സിൽ ധൈര്യം സംഭരിച്ചവൻ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ? വാട്ട് ബ്രോ? വാട്ട്? അറ്റൻഡൻസ്, അസൈൻമെന്റ്, ലാബ്, റിപ്പോർട്ട്, വൈവ, പ്രോജക്റ്റ്, ഇന്റേണൽ, സെമസ്റ്റർ എക്സാം, സീരീസ് എക്സാം, പാസ്സായവന്മാരുടെ പുച്ഛം, സപ്ലി, വീട്ടുകാരുടെ തെറി, ട്യൂഷൻ എന്നിങ്ങനെ 4 കൊല്ലം കൊണ്ട് 56 പേപ്പർ എഴുതി ഒരു വീട്ടുകാരൻ പുറത്തേക്ക് വരുമ്പോൾ അവനെ പുച്ഛിക്കരുത്. പ്ലീസ്, അവനെ പുച്ഛിക്കരുത്. യെസ് ബ്രോ. യോ നമ്മുടെ കഥാനായകന്റെ കഥ കേട്ട ലോലഹൃദയനായ പ്രസിഡന്റ് സ്വന്തം ഓർമ്മകളിലേക്ക് പോയോ ഇല്ലയോ എന്നറിയില്ല, അപ്പോൾ തന്നെ സ്വന്തം കൈയാൽ മെമ്പർഷിപ്പ് ഫോം പൂരിപ്പിച്ച് നമ്മുടെ കഥാനായകന് കൊടുത്തു. വെൽക്കം ബാക്കിനൊപ്പം മെമ്പർഷിപ്പ്, സ്കോളർഷിപ്പ്, ഓണപരിപാടി എല്ലാത്തിൻ്റെയും കൂടെ $500 ഒരു ബില്ല് കൊടുത്തു. മാസ് ഡയലോഗ് പറഞ്ഞ് നമ്മുടെ കഥാനായകൻ അങ്ങനെ തൃപ്തിയായി, മക്കളെ തൃപ്തിയായി. അങ്ങനെ നമ്മുടെ BA കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. By the by, bro, ഈ കെവിൻ കോഡ്ലി ഇപ്പോൾ എവിടെയുണ്ട്? Where is he? ആ കെവിൻ കോഡ്ലി മറ്റാരുമല്ല മക്കളെ, ഞാനാണ് ആ കെവിൻ കോഡ്ലി. അപ്പൊ യു എഞ്ചിനീയർ, യു കഥാപുസ്തകം ആൻഡ് അൺഎംപ്ലോയിഡ്. അൺഎംപ്ലോയ്മെന്റ് ഈ ഹ്യൂസ്റ്റണില് 100 മലയാളി അസോസിയേഷൻ. അങ്ങനെ
വർഷം 100 വിഷു, 100 ഓണം, 100 ന്യൂ ഇയർ, അതും പോരാഞ്ഞിട്ട് പൂരം. ഈ പരിപാടിയിലെല്ലാം റേഡിയോക്കാരെ പോലെ ടിക്കറ്റ് എടുക്കാതെ ഫ്രീ ആയിട്ട് ചാപ്പാട് പിടിച്ച് വരുന്നു ആലോചിച്ച് കഴിഞ്ഞു. Yo, bro! What a brilliant idea, bro! അതാണ് ഒരു എഞ്ചിനീയറിന്റെ ബുദ്ധി. കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ, കള്ളമൊന്നും പറയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ, കള്ളമൊന്നും അറിയില്ലടാ.